പത്തനംതിട്ട കൊടുമണ്ണിലെ ഓട നിർമ്മാണ വിവാദത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ വാക്കുതർക്കം. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡിന്റെ വീതി ജോർജ് ജോസഫ് അളക്കാൻ ശ്രമിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. റോഡിന്റെ വീതി അളക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെന്നും കയ്യേറ്റം കണ്ടുപിടിക്കുമെന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസ് നേതൃത്വം തങ്ങളെ തടഞ്ഞതെന്നും ജോർജ് ജോസഫ് പ്രതികരിച്ചു. കൊടുമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി അളന്ന ജോർജ് ജോസഫിന്റെ കൂടെയുള്ളവരെ കോൺഗ്രസ് നേതാക്കൾ കയ്യേറ്റം ചെയ്തു. റോഡിന്റെ വീതി അളക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെന്നും കയ്യേറ്റം കണ്ടുപിടിക്കുമെന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസ് നേതൃത്വം തങ്ങളെ തടഞ്ഞതെന്നും മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കി. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? കോൺഗ്രസ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അളക്കാൻ മന്ത്രിയുടെ ഭർത്താവിന് അവകാശമില്ലെന്നും റവന്യൂ അധികാരികൾ വന്ന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തട്ടെ എന്നും കോൺഗ്രസ് നേതൃത്വവും മറുപടി നൽകി. റോഡ് അളക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അളക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അളക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നമുക്ക് കണ്ടുപിടിക്കട്ടെ. കൊടുമണ്ണിൽ തന്റെ കെട്ടിടത്തിന്റെ എതിർവശം അലൈൻമെന്റ് പ്രകാരമുള്ള 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന് റോഡിന്റെ അളവ് എടുത്ത് ജോർജ് ജോസഫ് വ്യക്തമാക്കി. ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് ജോർജ് ജോസഫ് ഇടപെട്ട് മാറ്റം വരുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപണം. പ്രദേശത്ത് റവന്യൂ അധികൃതർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള സർവേ തുടരുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.